Next topic, Eddy's theorem. വളരെ important ആണ് Eddy's theorem. So theorem states that the bending moment at any section of an arch is proportional to the vertical intercept between point of center line of the given arch and the corresponding point on the funicular arch having the same span and the horizontal thrust for a given system of loads. അപ്പോൾ ഇവിടെ ഒരു ആർച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആർച്ചിൽ മൊമെന്റ് അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മൊമെന്റ് അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ തിയറം പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ point of center line of the given arch. Vertical intercept between point of center line of the given arch. പോയിന്റ് ഡിയുടെ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പോയിന്റ് ഡിയുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് y. അറ്റ് എ ഡിസ്റ്റൻസ് സ്പ്രിംഗിങ് പോയിന്റ്സിൽ നിന്നുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് സ്മോൾ y. സെൻട്രൽ ലൈൻ ഓഫ് ദ ഗിവൺ ആർച്ച് ആൻഡ് ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ ഫ്യൂണിക്കുലർ ആർച്ച്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫ്യൂണിക്കുലർ ആർച്ചും കൂടി കൺസ്ട്രക്ട് ചെയ്യണം, സെയിം പോയിന്റ്. സോ ഇതാണ് ഫ്യൂണിക്കുലർ ആർച്ച്. ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ലോഡ് ഒരു കേബിൾ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, കേബിള് ഡിഫ്ലക്ട് ചെയ്യും. ആ ഡിഫ്ലക്ട് ചെയ്യുന്ന കേബിളിന് എന്ത് ചെയ്യും, അത് ഇൻവേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യും. ഈ കേബിൾ ഇൻവേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ എന്താ, ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പോൾ ആ ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്യൂണിക്കുലർ ആർച്ച്. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂണിക്കുലർ ആർച്ച്. പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസ് എക്സിൽ ആക്ട് ചെയ്യുന്നു. സ്പാൻ ലെങ്ത് സെയിം ആയിരിക്കും, ഈ എ ടു ബി ലെങ്ത് തന്നെ ആയിരിക്കും ഇവിടുത്തെയും എ ടു ബി ലെങ്ത്. ഈ ഫിഗർ നോക്കിക്കേ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗിവൺ ആർച്ച്. ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫ്യൂണിക്കുലർ ആർച്ച്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൊമെന്റ് അറ്റ് ഡി. അപ്പോൾ എഡീസ് തിയറം പറയുന്നത് മൊമെന്റ് അറ്റ് ഡി will be proportional to vertical intercept. The d എന്ന് പറഞ്ഞ പോയിന്റ് vertical intercept. ആ vertical intercept ഫ്യൂണിക്കുലർ ആർച്ചിന്റെയും ആക്ച്വൽ ആർച്ചിന്റെയും ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. മൊമെന്റ് d is directly proportional to the vertical intercept between ഫ്യൂണിക്കുലർ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതാണ് ആർച്ച്, ഇതാണ് ഫ്യൂണിക്കുലർ ആർച്ചിലെ ഡി പോയിന്റ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് വൈ എഫ്, ഇപ്പോൾ പ്രപ്പോർഷണൽ ടു വൈ എഫ് മൈനസ് വൈ. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്ക് മൊമെന്റ് ഡി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ എഫ് മൈനസ് വൈ എന്നും കൂടെ എഴുതാം. ഇതിൻ്റെ പ്രൂഫാണ്. പ്രൂഫ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മൊമെന്റ് അറ്റ് ഡി ഇൻ ഫ്യൂണിക്കുലർ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യണം. ഫ്യൂണിക്കുലർ ആർച്ചിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ മൊമെന്റ് 0 ആയിരിക്കും. ബിക്കോസ് ഒരു കേബിൾ എടുത്താൽ കേബിളിന്റെ ഏത് പോയിന്റിലെയും മൊമെന്റ് 0 ആണ്. അത് കണക്കിനാണ് ഫ്യൂണിക്കുലർ ആർച്ചും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂണിക്കുലർ ആർച്ചിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ഡി ഈസ് ഈക്വൽ ടു 0. ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ട്. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ഇൻറ്റു ഇസഡ്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു minus horizontal thrust into yf is equal to 0. v into z minus h into yf is equal to 0. അപ്പോൾ ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും, v into z is equal to h into yf. ഇവിടുന്ന് horizontal thrust is equal to vz by yf എന്ന് എഴുതാം. ഇനി അടുത്തത് മൊമെന്റ് അറ്റ് സി കൺസിഡർ ചെയ്യാണ്. മൊമെന്റ് അറ്റ് സി is equal to 0. അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഈ ഡിസ്റ്റൻസ് yc ആയിരിക്കും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് yc, ഈ ഡിസ്റ്റൻസ് ആണ് yc. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, വെർട്ടിക്കൽ റിയാക്ഷൻ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എച്ച് ഇൻറ്റു yc is equal to 0. So v into L by 2 is equal to hyc. അപ്പോൾ h is equal to vl divided by 2 into yc എന്ന് കിട്ടും. നെക്സ്റ്റ് ആർച്ച് കൺസിഡർ ചെയ്യുക. ആർച്ചിലെ മൊമെന്റ് അബൌട്ട് സി കാൽക്കുലേറ്റ് ചെയ്യുക. മൊമെന്റ് അബൌട്ട് സി എന്തായിരിക്കും, എം സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ത്രസ്റ്റിന് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ രണ്ടിടത്തും സെയിം ആയിരിക്കും, ഹൊറിസോണ്ടൽ ത്രസ്റ്റും രണ്ടിടത്തും സെയിം ആയിരിക്കും.
ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വൈ സി തന്നെ ആയിരിക്കും ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ഈ വൈ സി തന്നെ ആയിരിക്കും. ഈ വൈ സി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് സെയിം ആയിരിക്കും, വിയുടെ വാല്യൂം സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ വരുമ്പോൾ വി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും എൽ ബൈ ടു, സി എന്ന് വെച്ചാൽ സെന്റർ ആണ്, വി ഇൻറ്റു എൽ ബൈ ടു മൈനസ് എച്ച് ഇൻറ്റു വൈ സി ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എന്തെഴുതാം, എച്ച് ഈസ് ഈക്വൽ ടു വി എൽ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വൈ സി എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് രണ്ടിടത്തും സെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, എച്ച് ഇൻറ്റു വി എൽ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വൈ സി. ഇനി മൊമെന്റ് ഡിയുടെ ഇക്വേഷൻ എഴുതുവാണ് ആർച്ചിന്റെ. മൊമെന്റ് ഡി ഈസ് ഈക്വൽ, മൊമെന്റ് ഡി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും, എം ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഇസഡ് മൈനസ് എച്ച് ഇൻറ്റു വൈ, വി ഇൻറ്റു ഇസഡ് മൈനസ് എച്ച് ഇൻറ്റു വൈ. ഇനി വി എന്ന് വെച്ചാൽ വെർട്ടിക്കൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വെർട്ടിക്കൽ റിയാക്ഷന്റെ വാല്യൂ ഇതാണ്ടേ ഫ്യൂണിക്കുലർ ആർച്ചിന് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ എഫ് ബൈ ഇസഡ് എന്ന് കിട്ടും. വി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ എഫ് ബൈ ഇസഡ്, എച്ച് ഇൻറ്റു വൈ എഫ് ബൈ ഇസഡ്. ഇസഡും ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ എച്ച് വൈ എഫ് മൈനസ് എച്ച് വൈ. സോ അവിടെ നിന്ന് എന്ത് എഴുതാം, മൊമെന്റ് ഡി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ എഫ് മൈനസ് വൈ. സോ എന്ത് പ്രൂവ് ചെയ്തു, സോ in this way Eddy's theorem can be proved. MD is equal to H into YF minus Y.